ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉറക്കപ്പിച്ചിലാണ്, അതായത് ഉറക്കപ്പിച്ചല്ല, ഇന്നലെ രാത്രി ഞാനും നാത്തൂനും കൂടെ സംസാരിച്ച് കുറേ ലേറ്റായിട്ട് ഉറങ്ങുമ്പം 12 എന്തോ ആയി. ഇപ്പം സമയം 8:45. ഇന്ന് നമ്മുടെ മഹേഷിൻ്റെ വെഡ്ഡിങ് റിസപ്ഷനാണ് കേട്ടോ. മഹേഷിൻ്റെ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് ഫംഗ്ഷനാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ അവൻ്റെ വൈഫിനെയും നേരെ ബാംഗ്ലൂർക്ക് കയറ്റി വിടുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ തീർന്നു. പിന്നെ അവർ പോയിട്ട് ഒരാഴ്ച അവിടെ നിന്നിട്ടേ വരുള്ളൂ. ഒരാഴ്ചയല്ല, ശരിക്കും 3 ദിവസം അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കണം എന്നുണ്ട്. പിന്നെ ഇവർക്ക് ഓഫീസിൽ പോകണം. ഇവർ രണ്ടുപേരും ബാംഗ്ലൂർ വർക്കിംഗ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരിനി നെക്സ്റ്റ് സൺഡേ തിരിച്ചു വരുള്ളൂ. അപ്പം ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ. അപ്പം ഞാൻ സാധാരണ ഡ്രസ്സ് ഇട്ടു ഞാൻ പാർലറിൽ പോകണം, എനിക്ക് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. നാത്തും കുളിക്കുന്നതേ ഉള്ളൂ. പിന്നെ അശ്വിൻ റെഡിയായി. അശ്വിനും അപ്പൂപ്പനും ഇപ്പോൾ പോവും. നമ്മൾ അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അശ്വ സേ ഹായ്. അശ്വിൻ റെഡി ആയിട്ടുണ്ട്. കൺമണി ബാ മോനെ ബാ. വണ്ടിന്ന് ഉറങ്ങാം മോനെ. പൊന്നോ ചക്കര ബാവയല്ലേ. കരയല്ല മുത്തേര. പുതിയ ഡ്രസ്സ് ഇടണ്ടേ? പുതിയ ഡ്രസ്സ് ഇട പൊന്നു. പുതിയ ഡ്രസ്സ് ഇടല്ലോ ബാ. ഇതല്ലേ കൺമണിന്റെ നല്ല ഡ്രസ്സ്. കൺമണി ഈ ഡ്രസ്സാണ് കേട്ടോ ഇടാൻ പോകുന്നത്. നല്ല ഡ്രസ്സാണ് കൺമണിന്റെ. ബാ. കൺമണിക്ക് ചെറിയൊരു മൂക്കടപ്പിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇന്നലെ രാത്രി അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തിട്ട് ഉറക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് അവൾക്ക്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ കല്യാണവും ട്രിപ്പെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന ടൈപ്പാണ്. ചിലപ്പോൾ ആ ഒരു മെഡിസിൻ്റെ ഒക്കെ ക്ഷീണം കൊണ്ടായിരിക്കും. ബാ പോവാ, നമുക്ക് പാർലറിൽ പോകണം. മമ്മൻ്റെ ഹെയറൊക്കെ ചെയ്ത് തരുമല്ലോ ആസിം മാമ. സാരി ഉടുപ്പിച്ച് തരും മമ്മയ്ക്ക്. ഒരു ആൻറ്റി ഉണ്ടായിരുന്നില്ല ഇന്നലെ, മാലാൻറ്റി മമ്മയ്ക്ക് സാരി ഉടുപ്പിച്ച് തരും. പോവാം, നമുക്ക് പോവാം. അശു പോയി. ഇനിയിപ്പം നമ്മൾ കണ്ണോ ഡ്രസ്സ് നേരെയാക്ക്. ഡ്രസ്സിൻ്റെ സ്ലീവ്സ്, അപ്പുറത്തെ സ്ലീവ്. കുറച്ച് വലിയ സൈസാണ് കേട്ടോ കൺമണിക്ക് വാങ്ങിച്ച ഡ്രസ്സ്. എല്ലാം ചെറുത് വാങ്ങിച്ച് കറക്റ്റ് സൈസിൽ വാങ്ങിച്ചിട്ട് ഒരു 6 മാസം ആകുമ്പോഴേക്കും പിന്നെ അത് ഇടാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളെല്ലാം കുറച്ച് വലിയ സൈസ് വാങ്ങിച്ചു. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡിൽ കണ്ടോ, ഇതുപോലെ 2 സൈഡും ഇങ്ങനെ മരം നിറയെ പൂക്കളാണ് കേട്ടോ. ഞാൻ റെഡിയായി കേട്ടോ. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. തിരക്കായി പോയി, കാരണം സമയം ഓൾറെഡി 10:45 നമ്മളെല്ലാവരും തെറി വിളിക്കുന്നുണ്ടാവും അവിടെ നിന്ന്. ഇനി പോയിട്ട് ആ തെരുവിലേക്ക് ലൈവായിട്ട് കേൾക്കണം. ചിലപ്പോൾ അവരൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല, എന്നാലും അവർ നമ്മളെ തെറി വിളിക്കും. അത് അവർക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഹോബിയാണ്. അവിടെ എത്തിയിട്ട് എൻ്റെയും അനിയത്തിയുടെ ഒക്കെ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിൽ നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്ത സ്ഥലത്ത് വലിയ കണ്ണാടിയൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ മിറർ ഉണ്ടായിരുന്നില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ വന്നപ്പോഴേക്കും അവിടെ നിറയെ ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അവിടെ എത്തിയ ഉടനെ അശ്വിൻ്റെ കയ്യിൽ ഞാനൊരു വീഡിയോ എടുപ്പിക്കാം കേട്ടോ. എൻ്റെ സാരിയൊക്കെ കാണിച്ചു തരാം. ഞാൻ അന്ന് ആ സാരി ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഫംഗ്ഷൻ. ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ സോനുവിൻ്റെ കല്യാണം. ഇത് ഹരിഹറിൽ ഇവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഓഡിറ്റോറിയമാണ് കേട്ടോ, സിദ്ധേശ്വര പാലസ്. സോനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് സോനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം മഹേഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. പന്ത ചാച്ചാ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ലുക്ക്. ഇതാണ് ഞാൻ അന്ന് വാങ്ങിച്ച സാരി. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വാതി എന്താ പിങ്ക് സാരി മഹേഷിൻ്റെ വെഡ്ഡിങ്ങിന് കൊടുക്കാത്തതന്നെ. ഞാൻ മഹേഷിൻ്റെ വെഡ്ഡിങ്ങിന് കൊടുക്കാൻ വേണ്ടിയല്ല ഇത് വാങ്ങിച്ചത്, റിസപ്ഷൻ ഇവിടുത്തെ ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാരേജ് ഭയങ്കര സിമ്പിളായിട്ടൊരു ഫംഗ്ഷനായിരുന്നു. ഇവിടെ വലിയ നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കമ്പയർ ചെയ്യുമ്പം ഈ റിസപ്ഷനാണ് ഭയങ്കര ഗ്രാൻഡായിട്ട് ഇവർ നടത്തുന്നത്. അതായത് ചാച്ചൻ്റെ ഒരുപാട് ആൾക്കാരും നമ്മുടെ ഫാമിലിയൊക്കെ വരുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തേക്ക് ഇതൊന്ന് ചൂസ് ചെയ്തത്. പിന്നെ അവിടെ ടിറ്റൂരിൽ എനിക്ക് അത്ര വലിയ നമ്മുടെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
അതുകൊണ്ട് അവിടെ നമ്മളൊന്നും കാണിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നല്ല സാരി ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാറ്റി വെച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ഞാൻ സെറ്റ് ചെയ്തു. ഞാൻ യൂഷ്വലി എൻ്റെ വീഡിയോസിലൊക്കെ, ഞാൻ ഫംഗ്ഷൻ വീഡിയോസിലൊക്കെ ഞാൻ ഹെയർ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് ഒരുപാട് മെസ്സി അല്ലാതെ കുറച്ച് നന്നായിട്ട് ഹെയർ നിൽക്കും. ഈ ഫാനിൻ്റെ പ്രോബ്ലം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് അശ്വിനെ കാണിച്ചു തരാം. അശ്വ അത് ഞാൻ ജാട കളിക്കല്ലേ, ഇങ്ങോട്ട് കാണിക്ക്. അത് ലാവണ്യന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. गौरव सारी तोर्सी കണ്ണു വെച്ച് നമ്മള് കണ്ണിനെ വിറ്റിട്ട് പോയിന്ന്. കണ്ണ് നമ്മളിങ്ങനെ ഈ ചെക്കനും പെണ്ണിനും കൂടെ ഇങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കണ്ണിനകത്ത് കളിക്കുന്നു. അപ്പോൾ കണ്മണി പറഞ്ഞു, കണ്മണി വെച്ച് നമ്മളവിടെ വിട്ടിട്ട് പോയിന്ന്. ഇത് ഭയങ്കര കരച്ചില്ല. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. പക്ഷേ നീ വെൽക്കം ഡ്രിങ്ക് കുടിക്കാ? ഞാൻ കുടിക്കിനി വാട്ടർമെലൺ ജ്യൂസ്. നമ്മൾ ഇവിടെ പുറത്ത് വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുക ചെയ്യാൻ കേട്ടോ. കാരണം ഇവർ കാൻഡിഡ് ഫോട്ടോസൊക്കെ എടുക്കുന്ന വിനായി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പരിചയമുള്ള ഫോട്ടോഗ്രാഫറാണ്. സോനുവിൻ്റെ കല്യാണത്തിനൊക്കെ ഇവരായിരുന്നു. അപ്പോൾ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇവരെടുക്കാറില്ല. നമുക്ക് വിഷമം കേട്ടോ. സമയം 2 മണി കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്ക് ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല തിരക്ക്. നമ്മളങ്ങനെ പോസ്റ്റായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന് നല്ല വിശപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പഴം മാത്രം കിട്ടി. ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു ഇതിന്റെ പുറകിൽ പോയി വെയിറ്റ് ചെയ്യാം. നമ്മളെല്ലാവരും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആദ്യം ആ ഒരു റോയിൽ പോയ, പക്ഷെ അവിടെ ഫാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫാനുള്ളൊരു സ്ഥലം നോക്കിയിട്ട് ഇവിടെ പുറകിലൊന്ന് നിൽക്കുക. ಗೌರಮ್ಮ ಗೌರವ್ ಅವರಲ್ಲಿ ಏನೋ ಸೀಟ್ ಹಿಡಿದ್ರೆ പറഞ്ഞേ വിശക്കുന്നുണ്ടോ? ഇവിടെ ഫുഡ് കഴിക്കാം കേട്ടോ. ഇപ്പം ഫുഡ് കഴിക്കും. ഇല വെച്ചിട്ട് ഇലയിൽ ഫുഡ് വരുമല്ലോ കൺമണിക്ക്. വാവ്, കൺമണിക്ക് ഇഷ്ടമാണല്ലേ. ഇപ്പം തരും. ഈ സീറ്റ് ഒന്ന് കാലിയായാൽ നമുക്കിവിടെ പോയി ഇരിക്കാം. സീറ്റ് കാലിയാവുന്നില്ലല്ലോ. ഇവിടെ ആൾക്കാർ ഭയങ്കര കൂടുതലായതുകൊണ്ട് സ്ലോ ആണ് കേട്ടോ സംഭവങ്ങൾ. കാരണം ഒരു സൈഡിൽ നിന്ന് റോ കാലിയാവുന്നു, മറ്റൊരു സൈഡിൽ ആൾക്കാർ ഇരിക്കുന്നു, ക്യൂ നിൽക്കുന്നു, അങ്ങനെയൊക്കെ. നമുക്ക് ജസ്റ്റ് ഇല കിട്ടിയതേ ഉള്ളൂ. കൺമണി അപ്പോഴേക്കും ഉറക്കമായി. കൺമണിക്ക് നല്ല ക്ഷീണമുണ്ട്. കൺമണി ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. കൺമണി ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ വിളിച്ചാലും അവൾ എഴുന്നേക്കില്ല. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും സെർവ് ചെയ്യുന്നത്. ഇതെന്തൊരു പനീറിൻ്റെ കറിയാണ്, അതിൻ്റെ കൂടെ കോസംബറി. ഇതിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഓരോ കോസംബറി ഓരോ പോലെയാണ്. ഇത് ചെറുപയറിൻ്റെ കറി, അച്ചാറ്, ഉപ്പ്, എന്തോ ഒരു സ്വീറ്റ്. അത് പറഞ്ഞ ഇത് ദാലല്ല അങ്ക്, ഇത് ദാലാണ്. അതിൻ്റെ കൂടെ പായസം ഉണ്ട്. ഇതാ പായസം, ലഡ്ഡു, ഇത് മസാല റൊട്ടിയാണ്. അപ്പോൾ ഈ മസാല റൊട്ടി, ആ പനീർ കറി, അതുപോലെ ദാൽ, ഇതൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ.
ചപ്പാത്തി, അതുപോലെ മിർച്ചി ബോണ്ട, ഇതിലൊരു വെജ് പുലാവും, പിന്നെ അതിൻ്റെ കൂടെ റായ്പയും തന്നു. ചോറും സാമ്പാറും പപ്പടും. ഇത്രയും സമയം ഇവിടെ ഭയങ്കര പാട്ടും ബഹളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ റെഡിയായി. ಗುಂಡ ಎಲ್ಲ ಊರಾನ್ ತೊಡಗಿತ್ತು. ಗುಂಡ ನೀ ಎಲ್ಲ ಬಿಚ್ಚುವಾಗ ನಾನು ವಿಡಿಯೋ ಮಾಡ್ತಿದ್ದೀನಿ. ಅಮ್ಮ ಅಜ್ಜಿ, ಅಮ್ಮ ನನಗೆ ಯಾರೋ ಕಮೆಂಟ್ ಹಾಕಿದ್ದು ಆ ಕ್ಯೂಟ್ ಅಜ್ಜಿ ಅಂತ ನಿಮ್ಗೆ. ಅಮ್ಮ ಹೋಗಿ ಬರ್ತೀವಿ, ಸಿಗೋಣ. ಬಾಯ್. ಹ್ಞೂ ಬರ್ತೀವಮ್ಮ. എല്ലാം അഴിച്ച് മാറ്റാണ്. ഞാൻ ഇഷ്ടത്തിന് ഞാൻ ഹാർഡ് എന്ന് കേಳಿದಾಗ ನೀವು ಯಾರು ഹാർഡ് ഓഫ് ಮಾಡಿಲ್ಲ. ಈಗ ഓഫ് ಮಾಡಿಬಿಟ್ರಲ್ಲ. ഇത്രയും സമയം ഇവിടെ പാട്ടും മറ്റേ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും പോയി. സമയം 5 മണി കേട്ടോ. കൺമണി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. രാവിലെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. ഇപ്പം നോക്കി ഇപ്പോൾ ആകപ്പാട് ക്ഷീണമായി, ക്ഷീണിച്ച് മുഖമൊക്കെ വല്ലാണ്ടായി. എൻ്റെ സാരി അതുപോലെ തന്നെ. കൺമണി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഉറങ്ങിയപ്പോഴേക്കും എൻ്റെ സാരി മൊത്തം ചുളുക്കി തന്നിട്ട് അവൾ ഒരു അരമണിക്കൂറോളം ഉറങ്ങി കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത്. ആ സമയത്ത് അവൾ എൻ്റെ മടിയിൽ കിടന്നിട്ട് എൻ്റെ സാരിയൊക്കെ ചുളുക്കി. അങ്കിൾ ഓക്സി തരും. ആ ഹെൻറി അങ്കിൾ ആക്ച്വಲಿ ബാംഗ്ലൂർ പോവാണ്, ഇറങ്ങാണ്. ജസ്റ്റ് ഫാമിലിനെല്ലാം തോർസ്തായിരുന്നു അങ്കിൾ. നമ്മൾ ലാവണ്യൻ്റെ ഫാമിലിയൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടില്ല. ലാവണ്യയും സോനു മഹേഷ് അവരൊന്നും ഫുഡ് കഴിച്ച് വന്നിട്ടില്ല. അപ്പം അശ്വിനും ഞാനും അപ്പൂപ്പനും കണ്ണും ഇറങ്ങുകയാണ്. അശ്വിൻ ഇവിടെ ഉണ്ട്. അശ്വ സിമ്പിളായിട്ടാണ് അശ്വ ഡ്രസ് ചെയ്തത്. സിമ്പിൾ. അവൻ എല്ലാ ടെമ്പറേച്ചറിലും ഇതുപോലെ തന്നെയാണ് ഡ്രസ് ചെയ്യാം. ഇതാവും പറയും നമ്മളൊക്കെ ഓവർ ഡ്രസ്ഡാതാവും പറയും. നമ്മളിപ്പോൾ ജസ്റ്റ് ഇറങ്ങി. എനിക്ക് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് സോനുവിൻ്റെ കല്യാണമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ സോനുവിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ആരും കരഞ്ഞൊന്നുമില്ല. കാരണം അന്ന് അവളുടെ ഇൻലോസൊക്കെ തിരിച്ചുപോയി മൈസൂർക്ക്. അവൾ മഹന്തവറും അന്ന് ഇവിടെ ഹോൾട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ ആണ് അവരിവിടുന്ന് പോയത്. അതും നെക്സ്റ്റ് ഡേ പോകുമ്പം ഞങ്ങളും അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര ടയേർഡായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ അവൾ ഇവിടുന്ന് ഇറങ്ങിയതാണ് എനിക്കൊരു ഓർമ്മ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട്, വീട്ടിലല്ല, ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയി കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ തിരിച്ച് ദാവൺഗിരിക്ക് പോവാണ്. ആദ്യം അപ്പൂപ്പനെ ഡ്രോപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകണം എന്നാണ് പ്ലാന്. ഈ ഒരു റോഡിൽ 15 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ദാവൺഗിരി, ഹരിഹർ ടു ദാവൺഗിരി 15 കിലോമീറ്ററാണ്. അപ്പം അപ്പൂപ്പനെ നമ്മളിവിടെ അപ്പൂപ്പൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഇതാണ് അപ്പൂപ്പൻ്റെ അമ്മേൻ്റെ വീട്. പക്ഷെ ഈ ഒരു റോഡിൽ കുറേ ഷോപ്സും കാര്യങ്ങളും കഴിക്കാനുള്ള സംഭവങ്ങളും കുടിക്കാനുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ബോയ്സ് ഹോസ്റ്റൽ റോഡാണേ. ഇവിടെ ഈ റോഡിൽ മെഡിക്കൽ ഹോസ്റ്റലും അതുപോലെ ഡെൻറ്റൽ ഹോസ്റ്റലും മെഡിക്കൽ PG ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രാത്രിയൊക്കെ ഭയങ്കര ആക്റ്റീവായി ഈ റോഡിൽ. ഞങ്ങൾ ജസ്റ്റ് വീട്ടിലെത്തിയിട്ടോ. കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവളോട് പിസ്സ വേണ്ടതെന്ന്. അങ്ങനെ പിസ്സ നമ്മൾ ഓർഡർ ചെയ്തു ഡൊമിനോസിന്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റിയിട്ട് വേണം എൻ്റെ പഴയ നോർമൽ കോലത്തിലേക്ക് വരാൻ. വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മാർച്ച് മാസമല്ലേ. മാർച്ച് മാസത്തെ ആ ചൂടിൻ്റെ സമയത്തുള്ള കല്യാണവും റിസപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ എങ്ങനെയോ മഹേഷിൻ്റെ കാര്യങ്ങളും ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിയിൽ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊന്നും അടുത്തൊന്നും വരാനില്ല. ഇനിയിപ്പോൾ ഗൗരമ്മയുടെ മക്കളുടെ കല്യാണമേ വരാനുള്ളൂ. അതിൽ മൂത്ത ആളുടെ കല്യാണം മിക്കവാറും അടുത്ത വർഷം ഉണ്ടാവും. അവരിതും ചെറുതായിട്ട് ഇങ്ങനെ പയ്യനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു കല്യാണം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ അടുത്തായിട്ട്. ഇനി ഒരു വർഷം ഞങ്ങൾക്ക് ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മഹേഷിന്റെ കല്യാണം വരികയാണ്. ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ സോനുവിന്റെ കല്യാണത്തിനും. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഗുണ്ട പറയായിരുന്നു, സോനുവിന്റെ കല്യാണ സമയത്തൊക്കെ നീ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. കാരണം
അത് കുറച്ചുകൂടി നമുക്ക് എക്സൈറ്റ്മെന്റും കാര്യങ്ങളും പ്രിപ്പറേഷൻസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, സോനുവിന് നല്ല കുറേ ഫ്രണ്ട്സ്, അവരൊക്കെ നമ്മൾ ഡാൻസ് ചെയ്തു, അടിപൊളിയായിരുന്നേ. മഹേഷിന്റെ കല്യാണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അവിടെ ലാവണ്യന്റെ വീട്ടിൽ അവരുടെ സൈഡിലെ കല്യാണം ആയതുകൊണ്ട് നമുക്ക് വലിയൊരു എൻജോയ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റിസപ്ഷൻ ആണെങ്കിലും കൂടുതൽ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച്, പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി നല്ല ഫോട്ടോസ് കിട്ടിയിട്ടോ. ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ഫോട്ടോഗ്രാഫറാണ്, അപ്പോൾ വിനയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിനയ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിങ്ങളതൊക്കെ ഞാൻ എടുക്കാം, നിങ്ങളതൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തു. ഇന്ന് ഞങ്ങളുടെ മഹേഷിന്റെ കല്യാണത്തിന്റെ ലാസ്റ്റ് ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അവർ സ്വസ്ഥമായിട്ട് അവരോടെങ്കിലും പോയിട്ട് രണ്ടാളും സന്തോഷമായിട്ട് ജീവിക്കും. നമ്മളും നമ്മുടെ കാര്യങ്ങളിലേക്ക് പഴയതുപോലെയൊക്കെ ബിസി ആവും. ആ ഒരു കല്യാണം വരുമ്പം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് പർച്ചേസ് ചെയ്യുക, ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കുറച്ച് നാളത്തേക്ക് നമുക്കത് മിസ് ചെയ്യും. കുറച്ച് ദിവസം നമുക്കത് മിസ് ചെയ്യും, കാരണം റീസെൻ്റ്ലി സംഭവിച്ചതുകൊണ്ട് കുറച്ച് ദിവസം നമുക്കതൊക്കെ മിസ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യങ്ങൾ, ഇനി ഇപ്പം കുറച്ച് ദിവസം നാട്ടിൽ പോകാനാവും. ഇനി പിന്നെ കുറച്ച് നാൾ ഞങ്ങൾ വീട്ടിലാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. പുതിയൊരു ഇതാരാ ഇവിടെ? എന്താ? ഇപ്പൊ വരും അമ്മ. എന്താ വേണ്ടേ? കുക്ക് ചെയ്യുന്നോ? കൺമണിയാണ് അവിടെ പാത്രത്തിന് സൗണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇതുവരെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ. താങ്ക് യു.